Dear God, bless our class with knowledge that inspires mind, teachers who guide with care, friendship that warms heart, students who learn with joy, protect and prosper our class. Sign in. Good morning, all. I am Nasira. Welcome everyone to our online class. And today we'll also welcome our respected teacher to conduct our class. I am very happy to invite all. I hope today class will be interesting. I am also invite Adira for today's thought. Please welcome Adira. Thank you. Thank you, Nasira. Good morning, everyone. I am Adira. Today's thought. If you believe in yourself, everything is possible. Thank you.
Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Okay, prayer എല്ലാം കഴിഞ്ഞോ? Yes, miss. കഴിഞ്ഞു, ma'am. So we can start. റെക്കോർഡ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ആണോ? എവിടെ വരെയായി? നോമാഡ് സ്റ്റോറി വരെയായി. സ്റ്റോറി വരെയായി. ഓക്കെ, എല്ലാരും ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം എഴുതി തുടങ്ങിയോ? എങ്ങനെയാ, എന്തായി അവസ്ഥകൾ? അപ്പാരറ്റ്സ് റെക്കോർഡ് 5ാമത്തെ റെക്കോർഡ് എഴുതി പകുതിയായി കൂടുതലായി. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഗ്രൂപ്പിൽ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചോദിക്കുന്നതിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, മാം. അങ്ങനെ തന്നെ കോപ്പി ചെയ്താൽ പോലെ, അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല, ചിലപ്പോ എഴുതി വരുമ്പോ നിങ്ങൾക്ക് വായിച്ചു വരുമ്പോ ചിലപ്പോ ചിലതിലൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ കുട്ടികൾ എഴുതി വരുമ്പോ പറയാറുണ്ട്. അപ്പോ ഞങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചിട്ട് നമുക്കത് പറ്റിയിട്ടില്ല. കാരണം ഒന്നുമില്ല, വേർട്ടിക്കലി എന്നുള്ളത് ചിലപ്പോൾ ഹൊറിസോണ്ടലി അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസം. അത് നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇതാണ് കറക്റ്റ് ചെയ്തത്. അല്ലാതെ ഭയങ്കര മിസ്റ്റേക്ക് ഒന്നുമല്ല. ചിലപ്പോൾ ലെങ്ത് എന്നുള്ളത് ചിലപ്പോൾ വിട്ട് എന്നായിരിക്കാം ചിലപ്പോൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അതൊക്കെയുള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, സോ ആരെങ്കിലും അതിന്റെ ടൈറ്റിൽ നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കറക്റ്റ് മോണ്ടിസോറി എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. അല്ലാതെ പല പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽസിന്റെ ഒക്കെ പിക്ചർ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ടൈറ്റിൽ നോക്കി കറക്റ്റ് ചെയ്തിട്ട് പിക്ചേഴ്സ് ഒന്ന് ഒരുമിച്ച് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലോ, അതല്ലാതെ ബാക്കിയുള്ളത് ടൈറ്റിൽ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഒന്നുകൂടെ പറയട്ടെ, പ്രിൻസിപ്പിൾസ് എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷെ അത് അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. പലപ്പോഴും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഷേപ്പും ഒക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ആവുന്ന രീതിയിലാണ് മിക്ക മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ ചിലതിന്റെ കോയിൻ സൈസ് ഉണ്ടായിരുന്ന ചിലപ്പോൾ ഒരു ബെൽ ഷേപ്പ് ആക്കും. ഇങ്ങനെ ഒരു 3 ഫിംഗേഴ്സ് വെച്ച് അത് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത് പിടിക്കുന്ന രീതിയിൽ. കോയിൻ സൈസ് ആകുമ്പോൾ പിടിക്കുന്ന രീതി വേറെ ആയിരിക്കും. ഒരു വട്ടത്തിലുള്ള ഇതിനേക്കാളും ഇങ്ങനെ ബെല്ലിന്റെ ഷേപ്പ് വരുമ്പോൾ അതിന്റെ മുകളിൽ ഒരു മുട്ട് പോലെ ഉണ്ടാവും, ഒരു നോബ് പോലെ. അപ്പൊ അതിൽ പിടിക്കുമ്പോൾ അവരുടെ ആ ഒരു 3 ഫിംഗേഴ്സ് അവർ യൂസ് ചെയ്യുന്നവർ നല്ല പ്രഷർ കൊടുക്കും. അപ്പൊ ഇതിന്റെ മസിൽസ് നല്ല പോലെ ഡെവലപ്പ് ആകും. കോയിൻ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ പിടിക്കുക, ഇങ്ങനെ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ ആ ബെൽ ഷേപ്പിന്റെ നോബിൽ കൊടുക്കും. അതുകൊണ്ട് ചിലതൊക്കെ അങ്ങനെ ഷേപ്പ് അങ്ങനെ മാറ്റിയിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം ഞങ്ങൾ യൂസ് ചെയ്ത മെറ്റീരിയലിനേക്കാളും വ്യത്യാസമായിട്ട് കുറെ മാറ്റങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ 5 റെക്കോർഡ്സും കഴിയുമല്ലേ? അതെ, മാം. ക്ലാസ്സിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ചിലരെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എനിക്കിങ്ങനെ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല, പല ജോലിക്ക് പോണതോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോണതോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടോ അങ്ങനെയൊക്കെ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ ആരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ടോ? അവർക്ക് എന്നോട് ഇതുപോലെ 2-3 പേര് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ മാമിന്റെ നമ്പർ കൊടുത്തായിരുന്നു. ചിലർ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവര്, ജോലിക്ക് പോണവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇത് ചെയ്യുന്നവരുണ്ട്. ചെയ്യാറുണ്ട്. അവര് നല്ലപോലെ ഷെഡ്യൂൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ അവർ ബുദ്ധിമുട്ടി പോകും. കറക്റ്റ് അവരുടെ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ അക്കാദമിക്കൽ അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് പോകണം. നമ്മളുടെ എന്താ പറയാ എൻവിയോൺമെന്റൽ വെൽനസ്, അതാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ് വെച്ച് പഠിക്കുവാണെങ്കിൽ ആ ഒരു അക്കാദമിക് ലൈഫ് എല്ലാം കൂടെ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ് എൻവിയോൺമെന്റൽ വെൽനസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൊമാഡ് സ്റ്റോറി വരെ പറഞ്ഞു അല്ലെ? ഞാൻ എഴുതിയ നൊമാഡ് സ്റ്റോറിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള കഥയായിരുന്നു ഞാൻ എഴുതിയത്. യു ക്യാൻ റൈറ്റ് ഇറ്റ് എനിവേ. എനിക്കൊരു നാടോടി കഥ, അത് എവിടെയെങ്കിലും അഡോപ്റ്റ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ജാപ്പനീസ്, ചൈനീസ് ഒക്കെ നാടോടി കഥകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ അഡോപ്റ്റ് ചെയ്യാം. എനിക്ക് തന്നെ എഴുതണമെന്ന് തോന്നിയത് കൊണ്ട് നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് കഥ എഴുതിയത്. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി ഞാൻ പറഞ്ഞു, ഏതോ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ.
ഇല്ല മാം, പറഞ്ഞില്ല. ഓക്കെ, ഏത് സ്റ്റോറിക്കും നിങ്ങൾ അതിനൊരു ഇല്ലസ്ട്രേഷൻ, ഒരു പിക്ചർ വേണം. അത് വരയ്ക്കാം, അല്ലെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. അതിനുമായിട്ട് ആപ്റ്റായി നിൽക്കുന്ന ഒരു സ്റ്റോറി കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. കമ്പാരിസൺ സ്റ്റോറിയിൽ ഞാൻ എഴുതിയത് കമ്പാരിസൺ സ്റ്റോറി ഐഡിയ ഇല്ലാതാണ് ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. കുറെ ആലോചിച്ചപ്പോ തമ്മില് കമ്പയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ എഴുതി വെച്ചു. ഈ സിമിലർ സ്റ്റോറി പലരും കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതിയത് ജാസ്മിൻ ഫ്ലവറിനെയും റോസ് ഫ്ലവറിനെയും വെച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എഴുതിയത്. അത് സ്റ്റോറി ഇത്രയേ ഉള്ളൂ. കണ്ടക്ട് ഒരു ഗാർഡൻ, അതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ജാസ്മിൻ ഫ്ലവർ ഭയങ്കര ഒരു ഹോട്ട്, ലൈക്ക് ഇങ്ങനെ ഒരു അഹങ്കാരം പിടിച്ചതുപോലെയായിരുന്നു. കാരണം ജാസ്മിൻ ഫ്ലവറിനെ കുറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്, റിലീജിയസ് ആയിട്ടും ട്രഡീഷണൽ ആയിട്ടും. പിന്നെ പെർഫ്യൂംസ് എടുക്കുന്നുണ്ട്, പിന്നെ കാണാനും നല്ലതാണ്, നിറയെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ജാസ്മിൻ പ്ലാന്റ് എപ്പോഴും റോസ് പ്ലാന്റിനെ ടീസ് ചെയ്യും, കളിയാക്കും. അതിന് ഭയങ്കര മുള്ളാണ്, അത് തന്നെ കാണാനൊരു ഭംഗിയില്ല എന്നൊക്കെ, പ്ലാന്റ് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടീസ് ചെയ്യും. റോസ് പ്ലാന്റിനെ മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനെയും അങ്ങനെ ടീസ് ചെയ്യും. പിന്നെ അവരുടെ ഗാർഡന്റെ അടുത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ അവർ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോ ബോള് ഇവരുടെ ഗാർഡനിലേക്ക് വീഴുവാണ്. കുട്ടികൾ ഓടി ഗാർഡനിൽ വരുമ്പോൾ ബോൾ എടുക്കാൻ വരുമ്പോഴേക്ക് നിറയെ ഫ്ലവേഴ്സ് നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകവും. മോസ്റ്റ് പ്രോബബ്ലി അവരത് പറിച്ചെടുക്കാനായിട്ട് നോക്കും. അങ്ങനെ റോസ് പ്ലാന്റ് പറിക്കാനായിട്ട് ചെന്നപ്പോ മുള്ളു കൊള്ളുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ അവരുടെ മുള്ളു കൊണ്ടപ്പോഴേക്കും അവർ കൈ വലിച്ചു. അപ്പൊ അവര് റോസ് പ്ലാന്റിനെ ഉപേക്ഷിച്ചിട്ട് ജാസ്മിൻ ഫ്ലവേഴ്സ് കുറെ പറിച്ച് പിച്ചി പറിച്ച് അങ്ങനെ ഇങ്ങനെ പോയി. അപ്പോ ജാസ്മിൻ പ്ലാന്റിന് മനസ്സിലാവുന്നു മദർ നേച്ചർ കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ്. അപ്പൊ എല്ലാരെയും ഓരോ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതിന് പുറകെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. രണ്ട് മെസ്സേജ് വരുന്ന രീതിയിലാണ് ഞാൻ ആ സ്റ്റോറി എഴുതിയത്. അത് ഒരു പാരഗ്രാഫ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതായിട്ട് എഴുതിയിട്ട് വെച്ചു. നെക്സ്റ്റ് ലോങ് സ്റ്റോറി, നമ്മള് നീണ്ട കഥ എന്നൊക്കെ പറയില്ലേ, ഈ നീണ്ട കഥ പറഞ്ഞ കമ്പാരിസൺ സ്റ്റോറിയില് അതിന് പിന്നെ മോറൽ ഇത് എഴുതണ്ടോ മാം? ലാസ്റ്റ് അതിന്റെ ഗുണപാഠം എന്താന്നുള്ളത്? മോറൽ എഴുതുന്ന എല്ലാ സ്റ്റോറിയിലും ഒരു മോറൽ ഉള്ളത് നല്ലത് തന്നെയാണ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ലോങ് സ്റ്റോറി ഞാൻ എഴുതിയത് സാധാരണ എഴുതിയ കഥയെക്കാളും കുറച്ച് കാര്യങ്ങൾ അധികം എഴുതി. അതില് സിറ്റുവേഷൻസ്, 2 സിറ്റുവേഷൻസ് വെച്ചിട്ട് അങ്ങനെ എഴുതി. ഞാൻ ഓർഡറിലല്ല എഴുതിയത്, കാരണം എനിക്ക് ഐഡിയ കിട്ടിയതനുസരിച്ച് അങ്ങനെ എഴുതി പോവുമായിരുന്നു. ലോങ് സ്റ്റോറി ഞാനൊരു കുട്ടിയും ആ കുട്ടിയുടെ ഒരു പെറ്റ്, ഒരു കിറ്റൺ, അതിന്റെ ഒരു സ്റ്റോറി ആയിരുന്നു എഴുതിയത്. അപ്പോ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ അങ്ങനെ അവള് ഒരു ദിവസം സിറ്റുവേഷൻസ് എത്രയായിരുന്നു, ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോ വഴിയില് ഒരു പൂച്ചക്കുഞ്ഞ് കരയുന്ന കണ്ടു. അപ്പോ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വിശന്നിട്ടായിരിക്കുന്ന വിചാരിച്ച് അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനെ നോക്കുന്നതും അതുമായിട്ട് കളിക്കുന്നതും സ്കൂളിൽ അതിനെ ഇവളെ ഫോളോ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ കുറെ നാളുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലെല്ലാവർക്കും ആ ഒരു കിച്ചൺ ഭയങ്കര പ്രിയപ്പെട്ടതായി. അപ്പൊ ഒരു ദിവസം എന്നും നമ്മള് സ്കൂളിൽ നിന്ന് വരുമ്പം അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കിച്ചണെ കണ്ടില്ല. അങ്ങനെ കുറെ അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ ഡേയ്സ് പാസ്റ്റ്. അങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു വല്ലാത്ത പൂച്ച കരയുന്ന ഒരു ശബ്ദം കേട്ടു ഒരു കുറ്റിക്കാട്ടിൽ നിന്ന്. വേഗം അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോ ഒരു വലിയ പൂച്ചയായിരുന്നു അത്. അതിങ്ങനെ അതിന് ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ട് അതിങ്ങനെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ അത് കിടന്ന് കരയണം. അപ്പൊ നോക്കുമ്പോ ഇവളുടെ കിച്ചൺ അതിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മയാന്ന് മനസ്സിലായി, ഈ കിച്ചന്റെ അമ്മയാന്ന് മനസ്സിലായി. അപ്പൊ വീട്ടിൽ പോയി ഈ കുട്ടി അതിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് 2 പൂച്ചക്കുഞ്ഞുങ്ങളെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അത് അവരെ ടേക്ക് കെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കുറച്ച് അധികം കാര്യങ്ങളൊക്കെ എഴുതി. കാരണം ആ കുട്ടിയുടെ ഫാമിലി, സ്കൂളില്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് ആ കഥ എഴുതിയത്. അതെനിക്കൊരു സാധാരണ കഥയൊക്കെ എനിക്ക് ഒറ്റ പേജിൽ തീരുമായിരുന്നു. ഇതൊരു 4 പാരഗ്രാഫ് 2 പേജിലായിട്ടാണ് ഞാനിത് എഴുതിയത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 പിക്ചേഴ്സും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റോറി, അത്രയേ ഉള്ളൂ, ലോങ് സ്റ്റോറി.
ദെൻ സ്റ്റോറി സോങ് ആയിട്ട് എഴുതിയത് ഒരു സിംഗിങ് പാരറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ആയിരുന്നു. പാരറ്റിന്റെ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ഇങ്ങനെയായിരുന്നു. Once a farmer got a parrot. He put it in a cage. The parrot sang all the time, "Make me free, make me free. I wish to fly high." The farmer said, "No, no, no, you sang for me." One day the farmer sleeping under the tree. Then a snake came near to him. The parrot sang, wake up, snake is coming near to you." Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, "I wish to fly high." അപ്പൊ കൂട്ടിലിട്ടിരിക്കുന്നതായിട്ടും ഇതിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പുറത്ത് മരത്തിലിരിക്കുന്നതായിട്ട് അങ്ങനെ 2 പിക്ചേഴ്സ് ആണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് നിങ്ങൾ എഴുതുന്ന സ്റ്റോറി സോങ്ങില് റൈമിംഗ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റൈമിംഗ് വേർഡ് ഒന്നും കിട്ടിയില്ല. അപ്പൊ റൈമിംഗ് വേർഡ് ആകുമ്പോൾ റൈം നമ്മൾ ചൊല്ലുമ്പോൾ കേൾക്കാൻ ഒരു രസം ഉണ്ടാവും. പിന്നെ എഴുതിയത് സ്റ്റോറീസ് ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്. ഞാനിത് കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിലൊരു കഥ പോലെ ഉണ്ടായിരുന്നു. അതായത് എക്സ്റേ കണ്ടുപിടിച്ച റോൺജൻ. ഇത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാട്ടോ. കാരണം സയന്റിഫിക് നോളജ് തരുന്ന ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ ഞാൻ ആ സ്റ്റോറി ആയിരുന്നു എക്സ്റേ ഇൻവെന്റ് ചെയ്ത ആ ഒരു ഇതായിരുന്നു ആ ഒരു ഇൻസിഡന്റ് സ്റ്റോറി ആയിട്ട് എഴുതുകയാണ് ചെയ്തത്. നെക്സ്റ്റ് മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. ഇതും അഡോപ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചായിരുന്നു എഴുതിയത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അനുഭവിച്ച ഈ ജാതി വ്യവസ്ഥ കാരണം അദ്ദേഹം അനുഭവിച്ച ഒരു ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചായിരുന്നു എഴുതിയത്. ഇതും കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കഥയായിരുന്നു. ഒരു തുള്ളി വെള്ളമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പബ്ലിക് വെൽ, അതായത് അപ്പർ കാസ്റ്റിലുള്ളവർ മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു കിണറിൽ നിന്നും ഈ കുട്ടി ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ചതിന് ആളുകളെല്ലാം കൂടി കുട്ടിയെ തല്ലാനായിട്ട് വരുന്നു. വളരെ ചെറിയ കുട്ടിയാണ് തല്ലാനായിട്ട് വന്നു. കുട്ടി വല്ലാതെ പേടിച്ചു പോയി. അന്ന് മനസ്സിൽ ഉറപ്പിക്കുവാണ് ഇങ്ങനെയുള്ള രീതികളെ എതിരായിട്ട് പോരാടുന്നത്. അങ്ങനെ അദ്ദേഹമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ക്രിയേഷനിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. നെക്സ്റ്റ് സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇതൊരു ചെറിയ കഥയായിട്ടാട്ടോ എഴുതിയത്. അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ടാണ് ആ സ്റ്റോറി എഴുതിയത്. ഒരു ഡീറും ഒരു ബേർഡ് മീൻസ് ക്രോ, ഒരു സ്നേക്കും, ഒരു ചെറിയൊരു സ്നേക്കും അവർ ഫ്രണ്ട്സ് ആയിട്ട് അവരുടെ ഒരു സ്റ്റോറി ആയിരുന്നു എഴുതിയത്. സ്റ്റോറിയിൽ ആദ്യം ഡീറും ക്രോവും മാത്രമായിരുന്നു ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്രോ ഒരു മരത്തിന്റെ അവിടെ കൂട് വെച്ച് താമസിക്കുന്നു. അതിനടുത്തുള്ള ബുഷില് കുറ്റിക്കാട്ടിലാണ് ഡീറും. ഇവര് അതിനടുത്തൊരു വെള്ളം പോകുന്ന ഒരു പുഴ പോലെയുണ്ട്. ഇവര് ഡീർ എപ്പോഴും അവിടെ വന്ന് വെള്ളം കുടിക്കാൻ വരും. അപ്പൊ ക്രോ വരും. അങ്ങനെ അവര് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എഴുതിയത്. ഒരു ദിവസം അവരുടെ മുന്നിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു കൊച്ചു പാമ്പ് ഒരു ഈഗിളിന്റെ ക്ലോസിൽ നിന്നും, ഈഗിൾ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോവായിരുന്നു, ആ ക്ലോസിൽ നിന്നും മുറിവേറ്റ് താഴേക്ക് വീണു. അതിന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് വീഴുവാണ്. ഭയങ്കര പെയിനും. അപ്പൊ ഈ രണ്ടുപേർക്ക് ഭയങ്കര വിഷമം തോന്നി. അവര് ഡീറ് കുറ്റിക്കാട്ടിലേക്ക് പോയി എന്തോ പച്ചില മരുന്നൊക്കെ കൊണ്ടുവന്ന് ക്രോവും ഡീറും കൂടെ അതിനെ നോക്കി അതിന് മുറിവൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വൂണ്ടെല്ലാം ക്യൂറായി. അങ്ങനെ ക്രോനെയും ഡീറിനെയും താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോ ക്രോൺ ഡീറും പറഞ്ഞു, നീ ദൂരേക്കെങ്ങും പോണ്ട, ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ താമസിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അതും അവിടെ മരത്തിന്റെ ഒരു കൊത്തിൽ താമസിച്ചു. ഒരു 3 പേര്. ഒറ്റ പാരഗ്രാഫ് അത്രയായിട്ട് ഒരു സ്റ്റോറി. സോ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു സ്റ്റോറി. പിന്നെ എനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയത് മാം ഐ പറഞ്ഞായിരുന്നു മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞില്ലേ മാം? അതെ. ഓക്കെ ദെൻ എനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞ് എഴുതിയത് ഹാർഡ് വർക്ക് ആൻഡ് ലക്ക്, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തൊരു സ്റ്റോറി ആയിരുന്നു. ഇതിന്റെ പിക്ചേഴ്സ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിനെ സ്റ്റോറി ആയിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. പിക്ചർ ഇതായിരുന്നു, കുട്ടികളുടെ EVSല് ഈ എന്താ പറയാ ഈ ഫീൽഡിലൊക്കെ ഫാമേഴ്സ് വർക്ക് ചെയ്ത് അങ്ങനെ അവര് ഇങ്ങനെ നിറയെ ഗ്രെയിൻസ് ഒക്കെ എങ്ങനെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്പർ ഇട്ടിട്ട് അവരുടെ ബുക്കിലൊരു പിക്ചർ ഉണ്ടായിരുന്നു. ആ പിക്ചർ വെച്ചിട്ട് ഞാനൊരു സ്റ്റോറി അവിടെ ക്രിയേറ്റ് ചെയ്തു.
അതായത് ഗോതമ്പ് ഇങ്ങനെ 4 പിക്ചറായിരുന്നു. ഗോതമ്പ് നടുന്നു, പിന്നെ സൺലൈറ്റ് കിട്ടുന്നു, അത് നല്ല സ്വർണ്ണ നിറമാകുന്നു. അത് നല്ലതുപോലെ ആയി കഴിയുമ്പോഴേക്കും അതിനെ ഫാർമർ അത് എന്താ പറയാ കൊയ്തെടുത്ത് അത് വിറ്റ് അയാൾക്ക് അതിന് വേണ്ടുന്ന കാശൊക്കെ കിട്ടുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനകത്ത് ഞാൻ എഴുതിയത് ഒരു കഥയാക്കണമല്ലോ, അവർക്ക് EVS അവർക്ക് ഫാമിങ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഒരു ഓൾഡ് ഫാർമറിനെ കുറിച്ച് എഴുതി. അയാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, പക്ഷെ അയാൾക്ക് കാര്യമായ റിസൾട്ട് ഒന്നും അയാളുടെ ഹാർഡ് വർക്കിന് കിട്ടുന്നില്ല. കർഷകർക്ക് പലപ്പോഴും അങ്ങനെയല്ലേ. അയാൾ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്, ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ അയാളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു ബോക്സ് ഫീൽഡിൽ നിന്ന് കിട്ടുകയാണ്. അയാൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. കാരണം എപ്പോഴും നമ്മളൊരു ഫാന്റസിയിലേക്ക് എപ്പോഴും പോവാറുണ്ടല്ലോ, നമ്മൾക്ക് അങ്ങനെ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിധി കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. അപ്പൊ ഈ ഫാന്റസിയിലേക്ക് പോകുന്നതിന് പകരം അതിനെ സ്റ്റോറിയില് അത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഒരു ബോക്സ് അവിടെ നിന്ന് കിട്ടുന്നു. അയാൾ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഒരു ചെറിയൊരു കുറിപ്പ്, ഒരു നോട്ട് അതിനകത്തിരിക്കുന്നു. നോട്ടിൽ ഇത്രയാണ് എഴുതിയിരുന്നത്: വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ. അത്രയും മാത്രമേ നോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷിലാണ് എല്ലാ സ്റ്റോറീസും ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. നിങ്ങളുടെ എല്ലാ വർക്കുകളും ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. അസൈൻമെന്റ് ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും. എക്സാമും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ്. MCQ ആണ്. സോ വട്ടവർ എക്സാമും ഇംഗ്ലീഷിൽ തന്നെയാണ്. വൈവ സമയത്ത് ദോസ് ഹു ആർ കംഫർട്ടബിൾ ടു ഡു വൈവ ഇൻ ഇംഗ്ലീഷ് ക്യാൻ ഡു. അത് നമ്മൾ നിർബന്ധം പറയുന്നില്ല. നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് വൈവ ചെയ്യാം. പക്ഷെ മലയാളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് യൂസ് കൊളോക്കിയൽ ലാംഗ്വേജ്. സാധാരണ കാഷ്വലി സംസാരിക്കുന്ന പോലെ ഒരിക്കലും മലയാളത്തിൽ അറ്റൻഡ് ചെയ്യരുത്. കാരണം ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ മോക്ക് ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ പോലെ തന്നെയാണ് ഇത്. ഓക്കെ. അപ്പോ ഫാർമർ ആ നോട്ട് കണ്ടപ്പോ അയാൾ വിചാരിച്ചു എന്താണ്, പക്ഷെ അയാൾ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഈ ബാക്ക് ടു ഹിസ് വർക്ക് ആ ഒരു രീതിയിൽ അയാൾ ജോലിയിലേക്ക് മടങ്ങി. അടുത്ത ദിവസവും അയാളുടെ ഫീൽഡിലേക്ക് വന്നു വർക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോഴും ഒരു ബോക്സ് അവിടെ കിടക്കുന്ന കണ്ടു. ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് വിത്തുകളായിരുന്നു, സീഡ്സ്. നല്ല ഗോൾഡൻ നിറത്തിലുള്ള വിത്തുകളായിരുന്നു. അയാൾ എന്ത് ചെയ്തു, ആ ഫാർമർ ആണല്ലോ, വിത്ത് കിട്ടിയ ഉടനെ തന്നെ അയാൾ അത് വിതച്ചു. എല്ലാ ദിവസവും വെള്ളം നനച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം സ്പ്രൗട്ട് ചെയ്തു. ക്രോപ്സ്, നല്ല ബിഗ് ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ക്രോപ്സ് വളരാൻ തുടങ്ങി. അത് നല്ല റൈപ്പ് ആൻഡ് ഗോൾഡൻ കളറായി. കഴിഞ്ഞപ്പോഴേക്കും അയാൾ അതിനെ കട്ട് ഡൗൺ ചെയ്തു, സ്റ്റോക്സ് ആക്കി. അയാൾക്ക് കുറെ ബിഗ് സാക്സ് ഓഫ് ഗ്രെയിൻ കിട്ടുവാണ്. നിറയെ പല ചാക്കുകളിൽ നിറയെ ഗ്രെയിൻസ്, ധാന്യങ്ങൾ കിട്ടി. അങ്ങനെ അത് വിറ്റ് അയാൾക്ക് ഇനഫ് മണി കിട്ടി. അപ്പൊ അയാൾക്ക് മനസ്സിലായി ആ നോട്ടിന്റെ മീനിങ്. വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് അയാൾക്ക് കിട്ടിയ നോട്ടിന്റെ മീനിങ് അയാൾക്ക് മനസ്സിലായി. ഭയങ്കര ഹാപ്പി ആയി. അയാൾ കുറച്ച് പോർഷൻസ്, അയാളുടെ ഏർണിങ്സിന്റെ കുറച്ച് പോർഷൻസ് പാവങ്ങൾക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടി കൊടുത്തു. അങ്ങനെ വീണ്ടും അയാൾ അവിടെ കൃഷി ചെയ്ത് ഹാപ്പിയായി ജീവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയായിരുന്നു ഞാൻ എനി അതർ സ്റ്റോറിയിൽ എഴുതിയത്. ഓക്കെ, ഇത്രയും നിങ്ങൾ പിക്ചേഴ്സ് എല്ലാം ഒട്ടിക്കുക. പിന്നെ നോവലും ഡ്രാമയും അതുപോലെ തന്നെ മൈമുമാണ് നമുക്കുള്ളത്. നോവലിന് പിക്ചർ വേണം. അത് നോവല് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ ചാപ്റ്റർ ആയിട്ട് എഴുതുമ്പോൾ ഓരോ ചാപ്റ്ററിനും 3 പിക്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഒരു പിക്ചർ ആണെങ്കിലും പ്രോബ്ലം ഇല്ല കേട്ടോ, അത് പ്രശ്നമില്ല. 3 പിക്ചർ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല. നോവൽ എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റോറി എഴുതുന്ന പോലെയല്ല, അത് ചാപ്റ്റർ. ഇപ്പൊ ഒരു കുട്ടിയുടെ ചൈൽഡ്ഹുഡ്, അത് അഡൽട്ട് ആകുന്നു, അങ്ങനെ അങ്ങനെ കുറെ സ്റ്റേജസിലൂടെ അങ്ങനത്തെ രീതിയിൽ നോവൽ എഴുതണം കുറെ ഇതായിട്ട്. അല്ലെങ്കിൽ പല പല സിറ്റുവേഷൻസ് വെച്ച് എഴുതണം. ഒരു കുറച്ച് ദിവസങ്ങളുടെ ആണെങ്കിലും പല പല സിറ്റുവേഷൻസ് ആയിട്ട് എഴുതണം. ഞാൻ ഇത് പല 2 സിറ്റുവേഷൻ, ആ 2 സിറ്റുവേഷൻ ഒരു ഫാമിലി ഹാൻഡിൽ ചെയ്തത് ആ ഒരു രീതിയിലായിരുന്നു ഞാൻ നോവൽ എഴുതിയത്. അതായത് ഫസ്റ്റ് വൺ, നോവലില് ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ആയിട്ടാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് ചാപ്റ്റർ 3ഓ 4ഓ എത്ര ചാപ്റ്റേഴ്സ് വേണമെങ്കിലും എഴുതാം. ഒത്തിരി ഇങ്ങനെ നീണ്ടുപോരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് ഞാൻ 2 കുട്ടികളെ കുറിച്ചാണ് എഴുതിയത്, ട്വിൻസ്. കാരണം നമ്മള് കുട്ടികളെ കുറിച്ച് കൂടുതലും എഴുതിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മോറൽ, ഒരു വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള, മെസ്സേജ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറീസ് വേണം നമ്മൾ എഴുതാൻ.
അപ്പോ അങ്ങനെ രണ്ട് ട്വിൻസ് റീനു ആൻഡ് റിയാൻ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെ കുറിച്ചാണ് എഴുതിയത് ചാപ്റ്റർ 1. അവരുടെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഫാമിലി റിലേഷൻഷിപ്പ്, കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം കാണിച്ചുകൊണ്ട് മാക്സിമം അതിനകത്ത് കാണിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഒരു സ്മോൾ ടൗണിൽ അവർ വളരെ ഹാപ്പി ആയി ജീവിച്ചിരുന്നു. അവര് കുട്ടികളാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പിന്നെ അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അവര് പഠിക്കുന്നതിലും നല്ല ഇതായിരുന്നു. പഠിക്കുന്നതിൽ അവര് പരസ്പരം സപ്പോർട്ട് ചെയ്യുമായിരുന്നു. രാവിലെ അവര് മോർണിംഗ് എഴുന്നേറ്റ് അമ്മയുടെ ഹെൽപ്പോട് കൂടിയിട്ട് റെഡി ആവും. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, അപ്പോൾ കുറച്ച് അവർക്ക് സപ്പോർട്ട് വേണമല്ലോ. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ഹോംവർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തതിന് ശേഷം കളിക്കാനായിട്ട് പോകും. ഈവനിങ് ടൈമില് ഫാമിലി ആയിട്ടൊക്കെ പ്രെയർ ചെയ്ത് അതിന് ശേഷം അവര് ഭക്ഷണം എല്ലാം ഒരുമിച്ച് കഴിച്ച് അങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട് കുറച്ച് എഴുതി. പിന്നെ ചാപ്റ്റർ 2 ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് എഴുതിയത്. അതൊരു സാറ്റർഡേ അവർക്ക് ക്ലാസ്സിലായിരുന്നു. കുട്ടികള് കളിക്കുമായിരുന്നു മുറ്റത്ത്. അമ്മ കിച്ചണിലായിരുന്നു. അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെയും കൊണ്ട് റൊട്ടീൻ ചെക്കപ്പിന് പോയിരിക്കുകയായിരുന്നു. ലൈക്ക് ഇതൊക്കെ അവരുടെ ഫാമിലിയിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. അമ്മ കുക്കീസ് ഉണ്ടാക്കുമായിരുന്നു കിച്ചണില്. കുറച്ച് കുക്കീസ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. അവർ പുറത്ത് വന്ന് കളിക്കുമായിരുന്നല്ലോ. അവര് കുക്കീസ് എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവര് പെട്ടെന്ന് ഒരു കാക്ക വന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ പെട്ടെന്ന് തന്നെ കുഞ്ഞു കൈയാണല്ലോ, കൈ മുറിഞ്ഞ് ബ്ലഡ് ഒഴുകാനായിട്ട് തുടങ്ങി. അപ്പൊ അവർക്ക് ഭയങ്കര പേടിച്ചുപോയി, ഭയങ്കരമായിട്ട് കരഞ്ഞു, പെയിൻ വന്നിട്ട്. പെട്ടെന്ന് ആ ബ്ലഡ് കണ്ട് അങ്ങനെ പെയിനൊക്കെ ആയപ്പോഴേക്ക് ഈ കുട്ടി അൺകോൺഷ്യസ് ആയിട്ട് പോയി. അപ്പൊ അമ്മ പെട്ടെന്ന് ഓടി വന്നു. അടുത്തൊരു നൈബറിന്റെ ഹെൽപ്പോട് കൂടി നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ നോക്കുന്നു. ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ തന്നെ ശരിയാവുന്നു. അപ്പൊ ആ ബോയ് ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുക. അതിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കുട്ടിക്ക് വേണ്ടിയിട്ട്, മറ്റേ മോൾക്ക് വേണ്ടിയിട്ട്. ബെഡിൽ അവളുടെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കുട്ടി കണ്ണ് തുറന്നു. അപ്പൊ ഇവിടെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ലൈക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്. പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അമ്മ വീണ്ടും അവർക്ക് സ്വീറ്റ് കുക്കീസ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അവര് രണ്ടുപേരും അത് എൻജോയ് ചെയ്തു. ലൈക്ക് അങ്ങനെ ഒരു നോവൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ എഴുതി അവരുടെ വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയറും അങ്ങനെയുള്ള കാര്യങ്ങളും, ഒരു ദിവസം പ്രാർത്ഥിക്കുന്നതും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, കളിക്കുന്നതും, ഹോംവർക്ക് ചെയ്യുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് എഴുതി. നെക്സ്റ്റ് ഡ്രാമയാണ്. ഡ്രാമയിൽ നമ്മളെപ്പോഴും ഇത്രയും നമ്മൾ സ്റ്റോറി എഴുതിയപ്പോൾ നമ്മളെല്ലാം പാസ്റ്റ് ടെൻസിൽ എഴുതി അല്ലെ. ഒരിക്കലും ഒരിടത്ത്, വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോറി എഴുതുന്നത്. കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കഥയായിട്ട് എഴുതുന്നത് അല്ലെ സ്റ്റോറി എഴുതുമ്പോൾ. പക്ഷെ നോവൽ എഴുതുമ്പോൾ അപ്പൊ നടക്കുന്ന പോലെ, നോവലല്ല ഡ്രാമ എഴുതുമ്പോൾ അപ്പൊ നടക്കുന്ന പോലെ ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും. ഒരു കോൺവെർസേഷൻ പോലെയാണ് നമ്മൾ ഡ്രാമ എഴുതുന്നത് അല്ലെ. ഞാൻ ഡ്രാമയില് സീൻ 1 എന്താണ് നാടകമല്ലേ, ഇപ്പൊ സീൻ 1 കാണിക്കുന്നത് ടീനാസ് ഹോം എന്നും പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്ത് അങ്ങനെയാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീന റൂമിൽ കാണുന്നത് ടീന അവളുടെ ഡോളുമായിട്ട് കളിക്കുന്നു. പാരന്റ്സ് അവിടെ ലിവിംഗ് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അമ്മ മദർ ലുക്ക് കോൺവെർസേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 2 കോൺവെർസേഷൻ പറയാം. മദർ ലുക്ക്, നോ വൺ ഈസ് ഹിയർ ഫോർ ടീന ടു പ്ലേ, ലെറ്റ്സ് ഗോ ഔട്ട് സംവെയർ. ഫാദർ നമ്മള് കോളൻ ഇട്ടിട്ട് കോട്സിലായിരിക്കും. വേർ വിൽ ബി ഗോ, വി ആർ ന്യൂ ടു ദിസ് പ്ലേസ്, ലെറ്റ് മീ കോൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ആസ്ക് ദം അബൌട്ട് എനി പ്ലേസ് ഫോർ ഹാങ് ഔട്ട്. നമ്മളെവിടെ പോകും, അങ്ങനെ ആ ഫാദറിന്റെ ഒരു കോൺവെർസേഷൻ. എന്നിട്ട് ഫാദർ ഇങ്ങനെ ഫോൺ കോൾ ചെയ്യുന്നതും ആരോട് സംസാരിക്കുന്നതായിട്ടൊക്കെയുള്ള സീനൊക്കെയാണ് കാണുന്നത്. എന്നിട്ട് വേഗം തന്നെ റെഡി ആവാൻ പറഞ്ഞു. അടുത്തൊരു പാർക്ക് ഉണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പൊ പിന്നെ അമ്മ ടീനോട് പറയുന്നതും ടീന തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതും അതെല്ലാം തന്നെ കോൺവെർസേഷൻ പോലെ ആയിട്ട് കാണിക്കും. പിന്നെ സീൻ 2 കാണിക്കുന്നത് പാർക്കാണ്. സീൻ 2 ഒരു പാർക്ക്. കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ അവിടെ ഊഞ്ഞാലാടുന്നു, കുറച്ച് പേരിങ്ങനെ പല ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ബെഞ്ചിൽ ഒരു ഓൾഡ് മാൻ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടീന ആ പാർക്കിലേക്ക് വരുവാണ്. അപ്പൊ ടീന ചോദിക്കും ഞാൻ ലാഡർ ആൻഡ് സ്ലൈഡിൽ കളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ പറയും യെസ്, പ്ലേ വെയർ വി ക്യാൻ സീ യു ഫ്രം ഹിയർ, അധികം ദൂരേക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുക.
അപ്പം അവർക്കും പാരന്റ്സിനും ഹാപ്പിയായി ഇവിടെ കളിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അവർ ഭയങ്കര ഫ്രണ്ട്സായി. അപ്പൊ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ എല്ലാ മറ്റു കുട്ടികളുമായിട്ട് ഇവിടെ കളിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ആ വയസ്സായ ആള്, പത്രം വായിച്ചുകൊണ്ടിരുന്ന ആള്, അയാള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കുട്ടികളുടെ നേരെ ഷൗട്ട് ചെയ്തു. എന്തിനാണ് ഇത്ര ശബ്ദം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമായി. അവർ പിന്നെ അയാൾ ഇരുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറി നിന്ന് സൈലന്റ് ആയിട്ട് കളിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇരുട്ടായി, എല്ലാവരും തിരിച്ച് പോവാനായിട്ട് തുടങ്ങി. പരസ്പരം ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അപ്പൊ ആ ഒരു പ്രായമായ മനുഷ്യന്റെ അടുത്ത് ടീന പോയി ഗുഡ് ബൈ പറഞ്ഞു. പക്ഷെ അയാള് മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് സീൻ 3 കാണിക്കുന്നത് ടീനയുടെ വീടാണ്. അപ്പൊ ടീന പറയുവാണ്, നല്ല നല്ല ദിവസമായിരുന്നു, നല്ല പാർക്കായിരുന്നു, എന്നെ നെക്സ്റ്റ് വീക്കെൻഡും കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പൊ അങ്ങനെ ഷുവർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവര് ഉറങ്ങാനായിട്ട് പോകുന്നു. സീൻ 4 അഗെയിൻ പാർക്ക്. ടീന വീണ്ടും പാരന്റ്സുമായിട്ട് പാർക്കിലേക്ക് വരുന്നു. അവിടെ അവരുടെ അന്ന് കണ്ട ഫ്രണ്ട്സ് കളിക്കുന്നുണ്ട്. ആ വയസ്സായ ആളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ടീന അയാളെ വിഷ് ചെയ്തു, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞെങ്കിലും അയാള് അപ്പോഴും മൈൻഡ് ചെയ്തില്ല. അപ്പൊ അവൾക്ക് ഇച്ചിരി വിഷമം തോന്നി. അപ്പൊ അമ്മാവന് സാരമില്ല, നീ പോയി കളിച്ചോളൂ, ആള് ബിസി ആയിരിക്കും, ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും കളിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോ എല്ലാവരും അവിടുത്തെ ഷെൽട്ടർ ഹോം പോലെയുണ്ട്, ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, അവിടേക്ക് ഓടി കയറി നിന്നു. പക്ഷെ ഈ പ്രായമായ മനുഷ്യന് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അയാള് വീണിട്ട് അവിടെ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ടീനയുടെ ഫ്രണ്ട്സും ഓടി വന്നിട്ട് അയാളെ ഹെൽപ്പ് ചെയ്തു എഴുന്നേക്കാനായിട്ട്. എന്നിട്ട് ഒരു ഷെൽട്ടറിലേക്ക് കൊണ്ടുപോയി ആരോ ഒരു ടവല് കൊണ്ടുവന്ന് കൊടുത്തു. അയാളത് ഡ്രൈ ചെയ്തു. പിന്നെ അയാൾക്കൊരു എന്താ പറയാ ചൂട് ചായയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ഭയങ്കര വിഷമായി. അയാള് കുട്ടികളോട് സോറി പറഞ്ഞു, താങ്ക്സും പറഞ്ഞു എല്ലാരോടും. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാരും അയാളെ ഹഗ് ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇതാണ് കഥ ഞാൻ ഒരു ഡ്രാമ പോലെ ഞാൻ എഴുതിയത്. അപ്പൊ നമ്മള് ഡ്രാമ എഴുതുമ്പോൾ നമുക്ക് സീൻ 1, സീൻ 2 മാം ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം മാം ആദ്യം, അത് ആ ഡ്രാമ എഴുതുന്നതിന് മുമ്പ്. വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് തുടങ്ങുമായിരുന്നു, സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ സീൻ 1 ടീനാസ് ഹോം എന്ന് ഞാൻ എഴുതിയിട്ട് ടീന വാസ് പ്ലേയിങ് വിത്ത് ഹെർ ഡോൾ ഇൻ ഹെയർ സ്റ്റഡി റൂം, ഹെർ പാരന്റ്സ് വാസ് സിറ്റിംഗ് ഇൻ ദി ലിവിംഗ് റൂം. അങ്ങനെ എഴുതിയിട്ട് മദർ സംസാരിക്കുന്നു, ഫാദർ സംസാരിക്കുന്നു, അങ്ങനെ. പിന്നെ പാർക്ക് കൂടുതലൊന്നും, കാരണം ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിരുന്നു അവിടെ ടീനയുടെ പാരന്റ്സും ആണ് ആ സീനിൽ ഇരിക്കുന്നതെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഡ്രാമ സാധാരണ പറയുമ്പോൾ ഡ്രാമയിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെ ഉണ്ടെന്നുള്ള അതിൽ പേര് മെൻഷൻ ചെയ്യൂലോ. അതായത് നമ്മളിപ്പോ ഒരു ഡ്രാമ അവതരിപ്പിക്കാനായിട്ട് പോകുമ്പോ ഇപ്പൊ പലരും ആ വേഷം ചെയ്യുമായിരിക്കും, അപ്പൊ മെൻഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ ഡ്രാമ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. കുട്ടികൾ ഇപ്പൊ ചൈൽഡ് 1, ചൈൽഡ് 1 ടീന, ചൈൽഡ് 2 ടീനാസ് മദർ, അങ്ങനെ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇതിനകത്ത് ഞാനിപ്പോ കഥ പോലെ എഴുതുവാണല്ലോ, റെക്കോർഡിൽ എഴുതുമ്പോൾ നമ്മളിപ്പോ ആരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, ആസിനെ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളിപ്പോ ഒരു ഡ്രാമ ചെയ്യുമ്പം ഞാൻ സ്റ്റേജിൽ കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതില് ആക്ടേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആക്ടേഴ്സിനെ ആദ്യം ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ആരൊക്കെയാണ്, അവരെന്തൊക്കെയാ ചെയ്യുന്നത്, അവരുടെ സ്വഭാവ രീതി എന്താന്ന് ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് പിന്നെ അവരുടെ സംസാര രീതി, അങ്ങനെ ഉദ്ദേശിച്ച. ഞാൻ അന്നത്തെ എന്റെ ഒരു തോട്ടിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്. ഞാൻ ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഇനി ഒരാളെ കൊണ്ട് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ അപ്പൊ നമ്മൾ തുടക്കത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇന്നാളെ ഈ വേഷം എന്നുള്ള രീതിയിൽ പറയുമല്ലോ. ഇതിപ്പോ ഞാൻ കഥ നമ്മളതിന്റെ ഡ്രാമ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് മൈം, അതും സ്ക്രിപ്റ്റ് ആണ് വേണ്ടത്. കാരണം മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ആക്ഷൻ ആണ്. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു മോറൽ വാല്യൂ വരുന്ന ഒരു സ്റ്റോറി ആയിരിക്കണം, അതിന്റെ സ്ക്രിപ്റ്റ് ആയിരിക്കണം. പിന്നെ അത് സിമ്പിളും കൂടി ആയിരിക്കണം. കാരണം ആക്ഷനിലൂടെ അത് അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാകണം, കാണുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാകണം ഇതാണ് കഥ എന്ന് മനസ്സിലാകുന്ന രീതിയിൽ വേണം ഒരു
സ്റ്റോറി നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഞാനിത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ആക്ഷൻ ആണല്ലോ, ഞാൻ അതൊരു കഥ പോലെ എഴുതി വെച്ചിട്ടുള്ളൂ. അത് കുട്ടികളെ കൊണ്ട് ആക്ഷൻ ആയിട്ട് ചെയ്യിപ്പിക്കാം. ഞാൻ വാല്യുബിൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കഥ പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ കുറിച്ചും അവളുടെ പാരന്റ്സിനെ കുറിച്ചും. അവർ പൂവർ ആയിരുന്നു, പക്ഷെ വളരെ ഹാപ്പി ആയിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്തവരെ ജീവിച്ചിരുന്നു. കുട്ടിയുടെ ബർത്ത്ഡേ വരുമായിരുന്നു. അപ്പൊ അവൾക്ക് ഏതോ ഒരു ഷോപ്പിൽ കണ്ടൊരു ഡോള്, ഭയങ്കര ഭംഗിയുള്ളൊരു ഡോള് വേണം, നല്ല വിലയുണ്ട്. അപ്പം പാരന്റ്സിന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല. അപ്പൊ കുട്ടിക്ക് അതിന് ഭയങ്കര വിലയുണ്ടെന്നുള്ള ഇത് അറിയില്ല, ക്യാഷ് ഇല്ലാതെ വാങ്ങാനായിട്ട്. അപ്പൊ അച്ഛൻ അവളോട് പറയുവാണ്, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം, പിന്നീട് എന്തെങ്കിലും ഡോള് വാങ്ങാമെന്ന് പറയുമ്പോൾ കുട്ടി വാശി പിടിക്കുന്നതാണ്. അപ്പൊ അമ്മയും അങ്ങനെ പറഞ്ഞു, പക്ഷെ കുട്ടി വാശി പിടിച്ചു, കുട്ടിക്ക് ഡോള് തന്നെ വേണം. അങ്ങനെ അവളുടെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാനായിട്ട് പോയി. പാരന്റ്സിന് ഭയങ്കര വിഷമായി. അപ്പൊ അമ്മ പറഞ്ഞു, സാരില്ല, പിഗ്ഗി ബാങ്ക് ഉണ്ട് അമ്മയ്ക്ക്, പിന്നെ കോയിൻസ് ഇട്ട് വെക്കുന്ന അതില്ലേ കോയിൻ ബോക്സ്, അത് ഞാൻ ബ്രേക്ക് ചെയ്യാം. അച്ഛൻ പറഞ്ഞു, ഞാൻ എന്റെ വാച്ച് വിൽക്കാം, പഴയൊരു വാച്ചാണ്, എന്നിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെ ഇവര് ഡിസ്കസ് ചെയ്യുന്നത് ഇവള് കേൾക്കുവാണ്. ഇവള് ഉറങ്ങിയിട്ടുണ്ടായില്ലായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമം വന്നു. വിഷമം വന്നിട്ട് ഭയങ്കര ആയിട്ട് ഗിൽറ്റി ഫീലിംഗ് വന്നു. അവള് പാരന്റ്സിന്റെ അടുത്തേക്ക് വന്നവരെ ഹഗ് ചെയ്തു. അവള് കരഞ്ഞു ഭയങ്കരമായിട്ട്. അവൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ കുട്ടികൾ എപ്പോഴും ഒരു വാശി പിടിക്കാറുണ്ടല്ലേ, അവർക്ക് അത് വേണം ഇത് വേണമെന്ന്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനൊരു മോറൽ വാല്യൂ വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ മോറൽ വാല്യൂസ് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ചെയ്യിക്കുവാണെങ്കിൽ നല്ലതാണ്. മാക്സിമം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. കാരണം നമ്മൾ എവിടെയെങ്കിലും നോക്കി കോപ്പി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു എഫേർട്ടും അതിനകത്ത് വരുന്നില്ലല്ലോ. എല്ലാവരെ കൊണ്ടും പറ്റും ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, നല്ല വോയിസ് മോഡുലേഷൻ്റെ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പി ആവും, അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അവര് നമ്മളോടുള്ള എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യിക്കും ആ ഒരു കഥ. മാം, ഈ നോവലിന്റെയും ഡ്രാമയുടെയും മൈമിന്റെയും ഒക്കെ പിക്ചർ ഒട്ടിക്കണോ? അങ്ങനെ ഡ്രാമയുടെയും മൈമിന്റെയും ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നോവല് ഒട്ടിക്കാനായിട്ട് നോക്കും. നമ്മൾ റീലൊക്കെ കാണുമല്ലോ, അപ്പൊ ചെറിയ ചെറിയ മെസ്സേജ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ റീലൊക്കെ കാണുമ്പോൾ അത് നമുക്ക് ഇതുപോലെ ആക്കി എഴുതാൻ പാടില്ലേ? നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഫുൾ അങ്ങനെ ആ കഥ തന്നെ ആവണമെന്നല്ല. ഇപ്പം ആമയും മുയലും തമ്മിലുള്ള കഥയാണ്, പലരും നമ്മളും ചെറുപ്പം തുടങ്ങിയേ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് അടിക്കാറുണ്ടല്ലേ, കാരണം മുയൽ ഉറങ്ങിപ്പോവും, ആമ ജയിക്കും. എനിക്ക് അന്ന് ആ കഥ കേൾക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. മുയലിനെ നമുക്ക് ഇഷ്ടമാണ്, ആമയെ ഇഷ്ടമാണ്. അന്നും എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. ചെറുപ്പത്തിലെ ഇത് കേൾക്കുമ്പോൾ ടോം ആൻഡ് ജെറി കാണുമ്പോഴും ഇതേ ഫീൽ തന്നെയായിരുന്നു. എപ്പോഴും ടോമിന് എന്തെങ്കിലും പറ്റും, ജെറി സൂത്രത്തിൽ ജയിച്ചു പോകും. എനിക്ക് ആ ചെറുപ്പത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര, ഇടയ്ക്ക് ചിലതിലൊക്കെ രണ്ടുപേരും ഭയങ്കര ബൈ ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നത് കാണിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. അപ്പം അമ്മയുടെ മുയലിന്റെ കഥ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് എഴുതിയിട്ടുണ്ട് ചിലര്, ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്. ഇവര് തമ്മിൽ സപ്പോർട്ട് ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. പിന്നെ ഓട്ട മത്സരത്തിന് പകരം നീന്തൽ മത്സരം വയ്ക്കുന്നു. ആമയ്ക്കാണല്ലോ വെള്ളത്തിൽ കൂടെ പറ്റുള്ളൂ. മുയലിന് പെട്ടെന്ന് കൺട്രോൾ പോയി മുയൽ മുങ്ങാൻ പോകുമ്പോ ആമയുടെ പുറത്ത് കയറ്റിയിട്ട് മുയലിനെ കരയിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോഴേക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെയും എല്ലാ ഒരു മെസ്സേജും വരുമല്ലോ. നമ്മൾ പണ്ട് തുടങ്ങി കേട്ടിട്ടുള്ളതിന്റെ ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ടാവും ആമയും മുയലും കഥ ഓർക്കുമ്പോ തന്നെ. മാം, ഇതുപോലെ ആനുവൽ ഡേക്കൊക്കെ ഈ സ്കൂളില് പിള്ളേര് സ്കിറ്റ് പോലെ ചെയ്യുമല്ലോ, ഇങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളെ അച്ഛനമ്മമാര് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് എന്താ കാണിക്കുന്നത് അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കളും ബിഹേവ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ എഴുതാമല്ലോ മാം? യെസ്, എഴുതാം. നിങ്ങൾക്ക് ഒരു മോറൽ വാല്യൂ മെസ്സേജ് കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആകുന്ന സിമ്പിൾ സ്റ്റോറീസ് ആൻഡ് നോവൽസ് ഡ്രാമയൊക്കെ ആവുന്നത് നല്ലത്. നമുക്ക് വേണമെങ്കിൽ ഡ്രാമയായിട്ട് ഇവരെ ചെയ്യിക്കാം, മൈമായിട്ട് ചെയ്യിക്കാം, അവരെ കൊണ്ട് തന്നെ റോൾ പ്ലേ പോലെ ചെയ്യിക്കാം. നമ്മൾ കഥ എഴുതുമ്പോൾ ചിലപ്പോൾ കുറെ സെന്റൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ചെയ്യുമ്പോഴേക്കും അതൊരു 5 മിനിറ്റ്സിനുള്ളിൽ തീരുകയും ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാവുമായിരിക്കും. കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുത്ത് അവരുടെ ഡ്രസ്സൊക്കെ അതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റും വേണ്ടി വരില്ല. ഓക്കെ, ഡോക്ടറും പേഷ്യന്റോ അങ്ങനെയുള്ളതോ ടീച്ചറും കുട്ടിയോ അങ്ങനെയൊക്കെയുള്ള കുറെ സിറ്റുവേഷൻസ് എടുത്തും അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? റെക്കോർഡ് റൈറ്റിങ്ങില്
എല്ലാം കഴിഞ്ഞു, റെക്കോർഡ് റൈറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് സെക്കൻഡ് സാറ്റർഡേ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനായ നാളെ സംസാരിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കൺഫേം ചെയ്യാം. എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്തിരുന്നോളൂ. നിങ്ങൾക്ക് മെസ്സേജ് വരും കേട്ടോ, ഒഫീഷ്യലി മെസ്സേജ് വരും അതിന് ശേഷം. സോ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കണോ? റെക്കോർഡ് കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുവരാം, സൈനും സീഡും ചെയ്ത് പോവാം. മാം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ആക്ടിവിറ്റി തന്നായിരുന്നു. ആക്ടിവിറ്റി ആണോ ഇതാണെന്ന് അറിയില്ല. ക്വസ്റ്റ്യനർ ക്ലാസ് റൂമിൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇട്ടോന്ന് അറിയില്ല മാം. ഏതാ പ്രോജക്റ്റിന്റെ ക്വസ്റ്റിനെയർ ഇട്ടിട്ടില്ല. മറ്റേ സർവേ റിപ്പോർട്ട് അല്ലെ? സർവേ പ്രിപ്പയർ ഞാൻ പറഞ്ഞേക്കാട്ടോ, ഇനി ആ മറന്നു. കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടേ. അത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞില്ലേ? എക്സ്പ്ലനേഷൻ എല്ലാം അതെല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ. പിന്നെ ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് നിങ്ങൾക്ക് തന്നിരുന്നു? ഇല്ല, തന്നിട്ടില്ല. പാർട്ട് 4 എടുത്തു തുടങ്ങിയോ? എടുത്തു തുടങ്ങിയിട്ടില്ല. സ്കൂൾ ഓർഗനൈസേഷൻ. ഓക്കെ, അത് തുടങ്ങുമ്പോഴാണ് സാധാരണ ആ ഒരു അസൈൻമെന്റ് തരുന്നത്. പക്ഷെ ആ അസൈൻമെന്റ് ആരും സബ്മിറ്റ് ചെയ്യരുത്. കാരണം 10 ക്വസ്റ്റ്യൻസ് ആണ്. അത് പലപ്പോഴും നമ്മളൊരു ചെറിയ നോട്ട്ബുക്കിലാണ് എല്ലാവരോടും എഴുതി ഒറ്റ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതല്ല, നിങ്ങളുടെ അസൈൻമെന്റ് ബുക്കിൽ ഒത്തിരി പേജസ് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എഴുതാം. അത് സാധാരണ PGക്ക് മാത്രം കൊടുക്കുന്നതാണ്. പക്ഷെ ഞാനത് 2 ബാച്ചിന്, PGയും ഡിപ്ലോമയും, കാരണം ഡിപ്ലോമക്കാർക്ക് എന്താണ് PGയിലെ കണ്ടന്റ്സ് എന്നൊന്ന് മനസ്സിലാക്കാനും കൂടെ പറ്റും. ഒരു സ്കൂള് തുടങ്ങുന്നത് എങ്ങനെ, സ്കൂള് തുടങ്ങുമ്പോൾ നമുക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, സ്കൂളിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്കൂളിലെ പ്രീ സ്കൂൾ ടീച്ചർ എങ്ങനെയായിരിക്കണം, ഒരു പ്രീ സ്കൂൾ ടീച്ചർക്ക് വേണ്ടുന്ന ക്വാളിറ്റി, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂൾ എങ്ങനെയാണ്, നമ്മൾ കുറച്ചൊന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ്. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോ തരണോ അതോ പിന്നെ മതിയോ? പിന്നെ മതി. ഓക്കെ. പിന്നെ യെസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു? ലോ ഓഫ് ഇൻഡിപെൻഡൻസ് തന്നെ എടുത്തു തുടങ്ങേണ്ടത്. അതിന് മുമ്പ് വരെയുള്ള ടോപ്പിക് കഴിഞ്ഞു അല്ലെ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിങ്ങളുടെ പാർട്ട് 2 കഴിയാനുള്ളതുണ്ടല്ലോ, അതങ്ങ് എടുക്കട്ടെ. കാരണം പാർട്ട് 1 പാർട്ട് 2 എടുത്തു കഴിഞ്ഞാൽ വേണം ടേം എക്സാമിനേഷന്റെ ഡേറ്റ് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി പാർട്ട് 2 അത് മാത്രമാണോ ഉള്ളത്? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് എല്ലാം കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലെ? കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ കഴിഞ്ഞു. ഗ്രോത്ത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയുണ്ട്, അതുപോലെ തന്നെ മാനസികമായ ബുദ്ധി വികാസം എല്ലാം വരുന്നുണ്ട്. അപ്പൊ ചില കുട്ടികളിൽ ഇത് ഭയങ്കര ലോ ആയിരിക്കും. അപ്പം അവരെ നമ്മളൊരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുത്തും. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നവർ. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ ഒഴിവാക്കരുത്, അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. ബട്ട് സംടൈംസ് ദേ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇമോഷൻസ്. അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ പെരുമാറിയെന്ന് വരും. പക്ഷെ അത് അവർക്ക് അറിയില്ല. ഇമോഷൻസിന്റെ ആ ഒരു ലെവൽ, അവരുടെ ആ ഇമോഷണൽ ഡെവലപ്മെന്റ് അവർക്ക് നടന്നിട്ടില്ല. ഈവൻ ഒരാള് വീട്ടില് മരിച്ചു പോകുമ്പോൾ പോലും അവർക്ക് മനസ്സിലാവില്ല എന്താ സംഭവിക്കണേ. ആ രീതിയിൽ മനസ്സിന്റെ വളർച്ചയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളും ഒക്കെ നേരിടുന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മളുടെ പല ബാച്ചുകളിലും ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് മോണ്ടിസോറി മെത്തേഡും കൂടെ പഠിക്കും. എന്തിനാണ്? കാരണം മോണ്ടിസോറി മെത്തേഡ് പഠിക്കുമ്പോഴാണ് ഒരു കമ്പാഷൻ, ലവ്, ഒരു എമ്പതി,
വേറൊരാളെ മനസ്സിലാക്കി നമ്മൾ പെരുമാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളൊക്കെ എത്ര ബുദ്ധി ഉണ്ടെന്നും എത്ര കഴിവുണ്ടെന്നും എത്ര സ്മാർട്ട് ആണെന്നുള്ളതല്ല, നമ്മളുടെ മുന്നിൽ വരുന്ന ഒരാളെ മനസ്സിലാക്കി അയാൾ എങ്ങനെയാണോ അയാൾ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് പെരുമാറാനായിട്ട് പറ്റുക എന്നുള്ളത് തന്നെയാണ്. ഒരു ടഫായിരിക്കും പലപ്പോഴും, കാരണം മുന്നിൽ വരുന്ന ആളുകളുടെ രീതികൾ നമുക്ക് ഒട്ടും പറ്റാത്തവരാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ പാലിയേറ്റീവ് കെയറിന്റെ കൂടെ കോവിഡിന് ജസ്റ്റ് മുൻപ് ഞാൻ പോയിട്ടുണ്ട്. കോവിഡ് ആവണേന് മുമ്പ് ഭയങ്കര ലൈവായിട്ട് പാലിയേറ്റീവ് കെയറിന്റെ കാര്യങ്ങൾ നടന്നിരുന്ന സമയത്ത്. അപ്പൊ ഓരോ ദിവസം പോയത് ഡിമെൻഷ്യ പേഷ്യൻസിന്റെ, ഞാൻ ഡിമെൻഷ്യയുടെ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടൊക്കെ പോകുന്ന സമയമായിരുന്നു കേട്ടോ. ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അത് മോണിറ്റർ ചെയ്യാനും അങ്ങനെയൊക്കെ പോയൊരു സമയത്തായിരുന്നു പാലിയേറ്റീവ് കെയറിന്റെ കൂടെ ഡിമെൻഷ്യ ആയിട്ടുള്ള ആൾക്കാർ, അൽഷിമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വീട് വിസിറ്റ് ചെയ്യുന്നത്. സമൂഹത്തിൽ ഭയങ്കര നിലയിലും ഹൈലി നല്ലൊരു പ്രൊഫഷനിലൊക്കെ നിന്ന് റിട്ടയർ ആയവരൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ അപ്പോഴത്തെ രീതി കാണുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും. പക്ഷെ അവരറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അവരെ നോക്കുന്ന കെയർ ഗിവേഴ്സ്, അവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അവരെ ആണ് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. നമുക്ക് നമ്മളും ചിലപ്പോ ഒരുപക്ഷെ നമ്മളുടെ അടുത്ത ആരെങ്കിലും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളായിരിക്കാം ചിലപ്പോൾ അവരെ നോക്കേണ്ടതായിട്ട് വരിക. നമ്മള് വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകും. നമ്മളുടെ മുന്നിൽ വരുന്ന ആളുകൾ എങ്ങനെയോ അവരെ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് പറ്റാത്ത ഭാഗമാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും മാറി നിൽക്കാനായിട്ട് പറ്റില്ല. നിങ്ങളും ക്ലാസ് റൂമിൽ കുറേ പേരുണ്ടാവും, കുറേ പേർക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടാവും. വീട്ടിൽ അറിയാണ്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ടൈമിലി ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചില ബാച്ചുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, ജയദേവ് സാർ പറഞ്ഞ് എപ്പോഴും സാർ പറയും ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ മറച്ചു വെച്ച് ഷീറ്റിന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറെ പേര് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി കുറെ പേര് മെസ്സേജ് അയച്ചു. അപ്പൊ അങ്ങനെ പല ബുദ്ധിമുട്ട് കാര്യങ്ങളും പലർക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ചില കുട്ടികൾ ഭയങ്കര അടുപ്പായിരിക്കും. പക്ഷെ പാരന്റ്സിന് ഭയങ്കര ഒരു മത്സര ബുദ്ധി വരും. എന്റെ മോൾക്ക് മറ്റേ ആളെക്കാളും മാർക്ക് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. ഇവള് ക്ലാസ്സിൽ സെക്കൻഡ് ആണ്. ഫസ്റ്റ് ഒരു മോനാണ്, ക്ലാസ്സിൽ സെക്കൻഡ് ആണ്. ആ മോന്റെ പാരന്റ്സിനും പ്രശ്നമില്ല, നമ്മൾക്കും പ്രശ്നമില്ല. പക്ഷെ ജസ്റ്റ് എബോ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു മോളുണ്ടായിരുന്നു. ആ കുട്ടി എക്സാമിന്റെ മാർക്ക് ഷീറ്റ് കിട്ടുമ്പോ മോളുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയും, അമ്മ ചോദിക്കുമ്പോ നീ പറയണം, ആ കുട്ടിയുടെ അമ്മ ചോദിക്കുമ്പോ പറയണം, ഇത് എഴുതിക്കൊണ്ടുവരും ഓരോ സബ്ജക്റ്റിന് ഇത്ര മാർക്ക്, അതായത് അതിന് കിട്ടിയ മാർക്കിനേക്കാൾ കുറവ് മാർക്കായിട്ട് എഴുതിക്കൊണ്ട് വന്നിട്ട് മോളുടെ കയ്യിൽ സ്ലിപ്പ് കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ ചോദിക്കുമ്പോ പറയണം ഈ മാർക്കാണ് കിട്ടിയെന്ന് പറയണം. അവള് അത് ഇങ്ങനെ വന്നിട്ട് എന്നോട് പറയൂ കേട്ടോ മോള്. ഞാൻ പറയും അതിനെന്താ അങ്ങനെ പറഞ്ഞോളൂ. കാരണം എന്താന്ന് വെച്ചാല് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് അവര് ഫിസിക്കലി പണിഷ് ചെയ്യും. മാർക്ക് കുറയല്ല, പ്രണവിയെക്കാളും കൂടുതലാണ്. മോളുടെ പേര് പ്രണവി എന്നാണ്. പ്രണവിയെക്കാളും കൂടുതൽ മാർക്കാണ് കിട്ടിയെന്ന് അവരാദ്യം അതാണ് ചോദിക്കുന്നത്. പ്രണവിയുടെ മാർക്ക് എത്രയാന്നാ ചോദിക്കുന്നത്. കൂടുതലാണ് കിട്ടിയെങ്കിൽ ഈ കുട്ടിക്ക് നല്ലതായിട്ട് പണിഷ്മെന്റ് കിട്ടും, നല്ലപോലെ ഉപദ്രവിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി പിടിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. ഒന്നും നമുക്കത് അറിയില്ല. അതുപോലെ അത് കൊച്ചുകുട്ടികളുടെ കാര്യം അല്ലെ. പക്ഷെ നമ്മളുടെ കൂടെ പലരും. യെസ് മാമിന്റെ മോളുടെ പേരെന്താണെന്നാ പറഞ്ഞേ? പ്രണവി. ഓക്കെ മാം. ഓക്കെ. അതൊരു സംസ്കൃതം വേർഡാണ്. അതെനിക്കറിയില്ലായിരുന്നു സംസ്കൃതം വേർഡാന്നുള്ളത്. അതിന്റെ മീനിങ് ലക്ഷ്മി എന്നാണ്. അങ്ങനെ ആർക്കും ഇല്ലാത്തൊരു പേരിടണം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടതായിരുന്നു. പക്ഷെ ആ പ്രണവി എന്ന പേരില് ഒരു തെലുങ്ക് സിംഗർ ഉണ്ട്. അത് ഈയിടയ്ക്കാണ് ഞാൻ അറിഞ്ഞത്. തെലുങ്കിൽ അങ്ങനെ ഒരു മൂവീസിലൊക്കെ പാടുന്ന ഒരു ഉണ്ട്. ഓക്കെ. സോ അങ്ങനെ പല 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 പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ അറിയുന്നില്ല. അങ്ങനെ കുറെ ഇങ്ങനെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ വീട്ടിൽ അറിയാതെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് വൈവേയുടെ ടൈം ഇത് തരണം,
വീട്ടുകാരുള്ള സമയത്ത് എനിക്ക് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പുറത്തൊക്കെ പോയി നിന്നിട്ടൊക്കെ ആയിരിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണതും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. പിന്നെ ചിലരുടെ വീട്ടിൽ അറിയാൻ പഠിക്കുന്നത്, പക്ഷെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ, ജയിക്കാനൊന്നും പോകുന്നില്ല, ആ രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് വരും എന്ന് പറയും. അപ്പം ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് മെഡലൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിമാനമാണ്, പ്രൗഡ് മൊമെന്റ് ആണ് കേട്ടോ. ശരിക്കും അത് പറയും, എനിക്കിത് വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ വെക്കണം, എനിക്കിത് സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരെയും കാണിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, സോ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി പറഞ്ഞ സമയത്ത് നിങ്ങളുടെ അടുത്ത് 4 സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി കണക്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു അത്. നമ്മൾ അതിനകത്ത് വെഗ്ഡോസ്കിയുടെ കാര്യം പറഞ്ഞു. സ്ട്രോങ് സോഷ്യോ കൾച്ചറൽ ഈ ആ ഒരു ബോണ്ടിങ് ഉള്ള ഒരു ഫാമിലിയിലായിരുന്നു വിഗ്ഡോസ്കി ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എല്ലാം സോഷ്യലൈസ് ചെയ്യുന്നതിലൂടെ ഡെവലപ്മെന്റ് വരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ അങ്ങനെ പോയി. അതേസമയം ജീൻ പിയാഗറ്റ്, അദ്ദേഹത്തിന് ഒരു ലോൺലി ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഇതൊക്കെ പിൽക്കാലത്തെ ആളുകളുടെ ഒബ്സർവേഷൻസ് ആണ് കേട്ടോ. അവർ ഈ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ സ്റ്റഡി റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ പഴയ കാലത്ത് ഉള്ള ആളുകളുടെ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് ഒക്കെ എടുത്ത് സ്റ്റഡി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ആളുകൾ പറയുന്നത്, ഓരോരുത്തരും പറയുന്നത് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ വൈഡോസ്കി അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം അതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യോ കൾച്ചറൽ ഒരു ടൈസ്, അങ്ങനെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ചെറുപ്പം തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഡെവലപ്മെന്റിനെ പറഞ്ഞത്. പക്ഷെ ജീൻ പിയാഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ കുറെ ഡിസിപ്ലിൻ, കുറെ ആ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് അദ്ദേഹം വളർന്നു വന്നു ഒറ്റ കുട്ടിയായിട്ട്. അദ്ദേഹത്തിന് പലപ്പോഴും ഇന്ററാക്ഷൻസ് കുറവായിരുന്നു, എക്സ്പ്ലോറേഷൻസ് ഒക്കെ കുറവായിരുന്നു. അപ്പൊ അദ്ദേഹം ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്ര ഏജ് തുടങ്ങി ഇത്ര ഏജ് വരെ ഇങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് അദ്ദേഹം ഒബ്സർവേഷൻസ് പറഞ്ഞത്. അങ്ങനെ ഓരോ ആളുകളും അവരുടെ ഒരു രീതിക്ക് അനുസരിച്ചാണ് പറഞ്ഞത്. നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യം പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ക്രിറ്റിസിസസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സൈക്കോളജി പഠിക്കാൻ തുടങ്ങുന്ന ഒരാള് ഇദ്ദേഹത്തിനെയാണ് റെഫറൻസ് ആക്കി വെക്കുന്നത്. അദ്ദേഹത്തിന്റെ മകളും അന്ന ഫ്രോയിഡും ഇതുപോലെ തന്നെ സൈക്കോളജിയിൽ കുറെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ഡിഫൻസ് മെക്കാനിസം പാർട്ട് 2. അത് കഴിഞ്ഞോ? കഴിഞ്ഞു മാം. ഡിഫൻസ് മെക്കാനിസത്തില് ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അന്ന ഫ്രോയിഡിന്റെ കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകളാണ് അന്ന ഫ്രോയിഡ്, അവരുടെ ഒബ്സർവേഷൻസ് വളരെ വാലിഡ് ആണ്. പിന്നെ ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കാര്യം പറഞ്ഞിരുന്നോ? വേർഡ് വെബ് പറഞ്ഞില്ല? ഓക്കെ, വേർഡ് വെബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ഒരു ഡിക്ഷണറി ആണ് അത് ശരിക്കും. അതായത് ഓരോ വേർഡിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അതിനകത്ത് കൂടുതൽ പല കാര്യങ്ങളും ഉണ്ട്. അതായത് അതിന്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാകും, ഫോണറ്റിക്സ് കൊടുക്കുന്ന പ്രൊനൗൺസിയേഷൻ മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ ഓരോ വേർഡിന്റെ മീനിങ്ങും ഓപ്പോസിറ്റും കൊടുത്തിട്ടുണ്ടാവും, ഓപ്പോസിറ്റിന്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വേർഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന പല വേർഡും കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് ന്യൂ വേർഡ്സ് പഠിക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ചില വേർഡ്സിന് മീനിങ് കുറച്ചുകൂടെ ക്ലിയർ ആവാനായിട്ട് സെന്റൻസും കൊടുത്തിട്ടുണ്ടാവും. സെന്റൻസിൽ അത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് അങ്ങനെ ഉള്ള രീതിയിലുള്ള ഒരു ആപ്പാണത്. ഇതില് ഈ വേർഡ് വെബിനകത്ത് നിങ്ങൾ ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഓരോരോ ടൈറ്റിൽ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇപ്പോ വിത്ഡ്രോവൽ, പിന്നെ എന്താ പറയാ, റിപ്രഷൻ, കുറെ സിംപതിസം, കുറെ ഉണ്ടല്ലോ. ഈ ഓരോന്നും നിങ്ങൾ വേർഡ് വെബില് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള മീനിങ്ങും കൊടുത്തിട്ടുണ്ടാവും. ഇൻ സൈക്കോളജി എന്നും പറഞ്ഞിട്ടൊരു ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ടാവും. അത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഡിഫൻസ് മെക്കാനിസം കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. ഒന്ന് നോക്കൂ. പിന്നെ അന്ന ഫ്രോയിഡിന്റെ ഡിഫൻസ് മെക്കാനിസം അന്ന ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ട്, അന്ന ഫ്രോയിഡ് ആൻഡ് ഫ്രോയിഡ് അങ്ങനെ എന്തോ പേര്, അതും കൂടെ ഒന്ന് കൊടുക്കുമ്പോഴേക്കും ഡിഫൻസ് മെക്കാനിസം നല്ല രീതിയിൽ മനസ്സിലാകും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് വായിക്കാനായിട്ട് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും കോഗ്നിറ്റീവ് നമ്മളുടെ ബുദ്ധി അല്ലെ, നമ്മളൊരു ഇൻഫർമേഷൻസ് മനസ്സിലായി അനലൈസ് ചെയ്ത് നമ്മൾ അതിനെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി നോളജ് ആക്കി വെക്കുന്നു. ആ ഒരു ഡെവലപ്മെന്റ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസൺ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ലാത്ത
കുട്ടികൾക്കാണ് അവർക്ക് ചിന്തിക്കാനും അതിന് ഒരു പ്രോബ്ലം സോൾവിങ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നു. എങ്ങനെ കമ്പൈൻ ചെയ്യണം, എങ്ങനെ സെപ്പറേറ്റ് ആക്കണം, എങ്ങനെ ഓർഡർ ആക്കണം, എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം ആ ഒരു ഐഡിയാസിനെ ആക്ഷൻസിലേക്ക്. ഇപ്പൊ നമ്മളൊരു കാര്യം കേട്ട് കഴിയുമ്പോൾ എങ്ങനെ അതിനെ കമ്പൈൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം, നെല്ലും പതിരും വേർതിരിക്കുക എന്ന് പറയില്ലേ, അതിന്റെ കറക്റ്റ് വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെ ഓർഡർ ആക്കുക, അതിനെ കറക്റ്റ് ട്രാൻസ്ഫോം ചെയ്ത് അതിനെ ആക്ഷൻസിലേക്ക് ആക്കുക. ഒരു ഫുഡിന്റെ റെസിപ്പി കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മളുടേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നു. ചേഞ്ചസ് വരുത്തിയിട്ട് അതിനെ മാറ്റം വരുത്തി അതിനെ ആ ഒരു ഡിഷായിട്ട് നമ്മൾ മാറ്റുന്ന പോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് തന്നെയാണ്. നമ്മളുടെ തോട്ട് പ്രോസസ്സും അതിന്റെ ആക്ഷൻസും. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ട് തന്നെയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു കാര്യം കാണുമ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ, അവർക്ക് കിട്ടുന്ന ആ ഒരു ട്രിഗർ അനുസരിച്ച് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നു. അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ചില ആൾക്കാരെ പറ്റി പറയില്ലേ, ഭയങ്കര സ്ലോ ആണ്, സ്ലോ ലേണേഴ്സ് ഉണ്ട് അല്ലെ, കുട്ടികളിൽ പലപ്പോഴും സ്ലോ ലേണിംഗ് കാണും. അത് ഇവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ചെറിയൊരു പ്രോബ്ലം കൊണ്ടായിരിക്കാം. അത് ഇനീഷ്യലി ഒക്കെ ആണെങ്കിൽ നമ്മൾക്കത് മാറ്റിയെടുക്കാനായിട്ടൊക്കെ പറ്റും. ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കും. ചിലപ്പോൾ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ തെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. പക്ഷെ ഇനീഷ്യലി നമ്മളിത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, നമ്മളത് അതൊക്കെ ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. അങ്ങനെ സ്ലോ ലേണേഴ്സ് ചിലപ്പോ 10th ഒക്കെ അത് വരുമ്പോഴേക്കും ഒരു ആളെ വെച്ച് സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതിക്കേണ്ടൊക്കെ വരുന്ന അവസ്ഥയൊക്കെ വരുന്നത്. അപ്പം അതൊരു പ്രോസസ്സാണ്. ലേണിങ്ങും എൻവിയോൺമെന്റുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോരോ മാസങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓരോ ഏജിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് നാള് കഴിയുമ്പോഴേക്കും എല്ലാരും പറയില്ല, നോട്ടം ഉറച്ചു എന്ന് പറയൂ അല്ലെ. മറ്റേത് എങ്ങോട്ടാ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല, അതുപോലെ ദൃഷ്ടി പോകുന്നത്. ഇത് പറയാം, ഇപ്പൊ നോട്ടം ഉറച്ചു, നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, ആ ഒരു സോഷ്യൽ സ്മൈലൊക്കെ വരുന്നുണ്ടെന്ന്. ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലേക്ക് അവര് നല്ലപോലെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു കോൺസെൻട്രേഷൻ, ആ ഒരു കപ്പാസിറ്റി കിട്ടും. ഇൻട്രസ്റ്റിംഗ് ഒബ്ജക്ട്സിലേക്ക് അവർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. എൻവിയോൺമെന്റിന്റെ ചുറ്റും കാണുന്നത് കളറ് കാണും, അവർ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കും അല്ലെ. ചില മൂവ് ചെയ്യുന്ന ചില സാധനങ്ങൾ കാണുമ്പോൾ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ മൂവ്മെന്റ് എല്ലാം അവർ ശ്രദ്ധിക്കും. പിന്നെ ഇപ്പം നമ്മള് കുട്ടികൾക്ക് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ, ഇപ്പൊ ആന എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ആ മെന്റൽ ഇമേജ് അവരുടെ മനസ്സിൽ വരും. ആന എന്ന് പറയുമ്പോൾ എന്ത് രൂപമാണ്, ചില കുട്ടികൾ കൈകൊണ്ട് കാണിക്കുകയും ചെയ്യും, ആ ഒരു രൂപത്തില് അങ്ങനെ അവർ കാണിക്കും. അങ്ങനെ ഒരു പിക്ചർ അവരുടെ ഉള്ളിൽ വരും, അതൊരു വലിയ മൃഗമാണെന്നുള്ള രീതിയിലുള്ളത്. പിന്നെ ഡോഗ് എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അതിന്റെ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ചുറ്റും കാണുന്നതെല്ലാം അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനാണ്. പിന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും പലപ്പോഴും പല കാര്യങ്ങളും. പിന്നെ അവര് പലതും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും അത് കണ്ടുപിടിക്കാനും, ചിലതിനോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് തന്നെയായിരിക്കും റിപ്പീറ്റഡ്ലി അവർ അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ചുറ്റുമുള്ള ആളുകളെയും ഒബ്ജക്ട്സിനെയൊക്കെ അവർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഓരോ ആളുകളെ പറ്റി പറയുമ്പോൾ അവരുടെ പിക്ചർ, ഇപ്പം പപ്പയാണെങ്കിൽ പപ്പ ജോലിക്ക് പോകുമായിരിക്കും, പകരം വൈകുന്നേരം വരുന്നു വരാറായി എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു പപ്പയുടെ ഇമേജ് അവരുടെ ഉള്ളിലുണ്ടാവും, ആ ഒരു മെന്റൽ ഇമേജ്. തിങ്കിങ് എബിലിറ്റിയുടെ അത് പ്രൊസീഡ് ചെയ്യുന്നതാണ് ശരിക്കും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ ചിന്തിക്കാനുള്ള ആ ഒരു ഇത്. അതുപോലെ തന്നെ വൊക്കാബുലറിയും ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ സംസാരിക്കുന്നത് ഇത് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ അവർക്ക് ആ ഒരു കമ്പാരിസൺ ഒക്കെ മനസ്സിലാവും. വലുത്, ചെറുത്, ഷോർട്ട്, ടോൾ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു പിക്ചർ അവർക്ക് കിട്ടും. വലുത്, ഇപ്പം ഇച്ചിരി വലുതായ കുട്ടികളോട് നമ്മൾ ഏതെങ്കിലും വലിയൊരു സ്പൂൺ എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അവർക്കറിയാം വലുതെന്ന് പറയുമ്പോൾ അവർക്കതറിയാം. അപ്പൊ അങ്ങനെ പിന്നെ താഴെ, മുകളിൽ, അങ്ങനത്തെ കാര്യങ്ങളിലെ അടുത്ത്, അകലെ എന്നൊക്കെ ഉള്ളത് അതൊക്കെ സ്പീച്ചിലെ കോൺവെർസേഷനിൽ നമ്മൾ അവരോട് പറഞ്ഞു നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അവരുടെ ആ തോട്ട് പ്രോസസ് അതിനനുസരിച്ച് വരും.
ഈ കോഗ്നിറ്റീവ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കൂടെ കണക്ട് ചെയ്താണ് പറയുന്നത്. അതായത് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നതും ഇവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. കാരണം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ സംസാരം കറക്റ്റ് ആവുന്നത്. ഓക്കെ, ലാംഗ്വേജ് നല്ല രീതിയിൽ അവരുടെ ലാംഗ്വേജ് പോവുകയാണെങ്കിൽ അത് അവരുടെ ക്ലിയർ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തന്നെയാണ്. അവരുടെ ബുദ്ധി വികാസത്തിന്റെ ആ ഡെവലപ്മെന്റ് തന്നെയാണ്. 3 to 6 years ഏജിൽ വരുന്ന കുട്ടികള് ഗ്രൂപ്പ് ടോക്കിലും അങ്ങനെ അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും, പിന്നെ ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കല്ലേ, കണ്ണ്, മൂക്കാന്നൊക്കെ അങ്ങനെ തൊട്ട് കാണിച്ചിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാനായിട്ട് അവർ പ്രാക്ടീസ് ആവും. തുടക്കത്തിലൊക്കെ കൺഫ്യൂസിങ് ആയാലും കുറെ കഴിയുമ്പോൾ അവർക്ക് ആ മെന്റൽ പിക്ചർ കിട്ടും, അവരത് കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ടച്ച്, സീ, അങ്ങനെ എല്ലാം വരും. എക്സ്പീരിയൻസും എല്ലാം ത്രൂ ദയർ സെൻസസിലൂടെ. പക്ഷെ എന്ന് കരുതിയിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയ അവർക്ക് ഉണ്ടാവുള്ളൂ. അതേസമയം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് അവർക്ക് പെട്ടെന്ന് അറിയില്ല, മനസ്സിലാവില്ല. സത്യം പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ അന്തം വിട്ട് നോക്കിയിരിക്കുള്ളൂ, കുട്ടിക്ക് എന്താന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോറീസിലൂടെ, മോറൽ സ്റ്റോറീസിലൂടെ പല കാര്യങ്ങളും അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു ചെറു പ്രായത്തില് സ്റ്റോറി നറേഷൻ അവർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യം കൂടിയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പിയഗേറ്റിന്റെയും വിക്ടോസ്ട്രിയുടെയും കാര്യം ഒന്നുകൂടെ പറയാം. കോമ്യൂണിറ്റി ഡെവലപ്മെന്റില് അതെല്ലാം വരുന്നുണ്ട്. എറിക്സന്റെ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്, എറിക്സന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ചും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വരുന്നത്. അപ്പൊ ഞാനിപ്പോ 2 പാരഗ്രാഫിന്റെ ഒരു ബ്രീഫാണ് പറഞ്ഞത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്. നിങ്ങളൊന്ന് വായിച്ചിട്ടൊക്കെ വരൂ. ആർക്കെങ്കിലും ക്ലാസ് ലീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ആരുടെയെങ്കിലും ഡെവലപ്മെന്റ് സ്റ്റേജസ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am, for today's class on introduction of cognitive development. We also learned in details about the record, which was very helpful. With gratitude to all, to you and my friends, I am signing out now. See you in the next class. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.